ഹലോ ഫ്രണ്ട്സ്, മനുവിൻ്റെ അലീനയുടെ മടുത്തോരു മുമ്പിൽ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഇവർ സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചുകൊണ്ട് വീട്ടിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ ഗോവർദ്ധൻ ഭാരതജനം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോവർദ്ധൻ നമ്മുടെ സ്ഥാപനം തുറക്കേണ്ട 2-3 സ്ഥാപനങ്ങൾ അടച്ചിട്ടേക്കുമല്ലേ, അപ്പം അത് എത്ര ദിവസം കൊണ്ട് എങ്ങനെ അടച്ചിടുന്നത്? കാരണം നമ്മുടെ ഒന്നാമത്തെ കാര്യം നമ്മുടെ തൊഴിലാളികളൊക്കെ വേലയില്ലാതിരിക്കുക. പിന്നെ ഇപ്പം അഡ്വാൻസ് ഒക്കെ കൊടുത്താൽ, സാലറി അഡ്വാൻസ് ഒക്കെ കൊടുത്താണ് നിർത്തിയേക്കുന്നത്. ഇപ്പം എത്ര നാൾ ഇങ്ങനെ കണ്ടിന്യൂ എന്ന് പറയാൻ പറ്റത്തില്ല. മാത്രമല്ല, നമ്മൾ തുറക്കണം ഉദ്ദേശിക്കുന്ന സമയത്ത് അവർ ചെല്ലുമ്പോഴത്തേക്ക് അവർ പറയുക അവർ വേറെ ജോലിക്ക് പോകണമെങ്കിൽ ശരിയല്ലോ എന്ന് പറയാം. ഉടനെ ആണ് ഗോവർദ്ധൻ പറയുന്നത്, ശരിയാ ബാലേട്ട, നമുക്ക് തുറന്ന് പ്രവർത്തിച്ചേ പറ്റൂ, അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര രീതിയിൽ നമുക്ക് സ്റ്റാഫ് നഷ്ടപ്പെടും, അതുപോലെ ബിസിനസ് നഷ്ടപ്പെടും എന്ന് പറഞ്ഞു. മാത്രമല്ല, ഇപ്പോൾ 10,000 രൂപ മേലെ ഈ കുറച്ച് ദിവസം കൊണ്ട് 10,000 മേലെ നമുക്ക് റേറ്റ് കൂടിയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ പഴയ സ്വർണ്ണം ഇരിപ്പുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പോലീസ് കേസ് എന്താണെന്ന് ചോദിച്ചപ്പോൾ പോലീസിന് നമ്മൾ പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അപ്പോൾ അവരിത് ചെയ്തു തരാമെന്നാണ് പറഞ്ഞു. അപ്പോൾ വേറെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടാകുമെന്ന് ചോദിക്കുമ്പോൾ വേറെ വിഷയം ഉണ്ടാകാൻ ചാൻസ് ഒന്നുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇപ്പം നമ്മുടെ കടനനുസരിച്ച് അടുത്ത് തന്നെ 10, 40, 50 കട അടുപ്പിച്ചുണ്ട്. അപ്പോൾ ആ കടയ്ക്ക് ഇതുപോലെ വിഷയങ്ങൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് അവർക്ക് അങ്ങനെ ചെയ്യുവാണെങ്കിൽ, എന്തെങ്കിലും കട കത്തിക്കുകയോ ബഹളം ഉണ്ടാക്കുകയോ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ള കടകളും കേസ് കൊടുക്കുകയോ അല്ലെങ്കിൽ അവരെ ബാധിക്കപ്പെടുന്നതനുസരിച്ച് മറ്റുള്ളവരും ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആകുന്നതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു പേടിയുണ്ട്. ആ പേടിയുള്ളതുകൊണ്ട് യാതൊരു രീതിയിൽ അവർ ഈ കേസിനനുസരിച്ച് വരുത്തില്ല എന്ന് പറയണം. അപ്പം ശരി, അങ്ങനെയാണെങ്കിൽ നോക്കാമെന്നുള്ള രീതിയിൽ പറയണം. അടുത്ത കാണിക്കുന്ന സീൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കമലയും ശിവനും കൂടി ചേർന്ന് വൈജയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എങ്ങനെയുണ്ട് വൈജയെന്ന് ചോദിക്കും. നിൻ്റെ കെട്ടൊന്നഴിക്കാറായില്ലെന്ന് ചോദിക്കും. കെട്ടഴിക്കാറൊക്കെ ആയിട്ടുണ്ട്, ഇങ്ങനെ കിടക്കുമല്ലേ. ഇപ്പം എനിക്ക് അതിനെക്കാട്ടും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങി ഒന്ന് ഓടിയേ കൊള്ളാമെന്ന് ആലോചിക്കുക. ഉടനെ പൊട്ടിയെ പോലെ നമ്മുടെ കമല സംസാരിക്കുക, അതെന്തിനാ ഓടുന്നേ, ഇതിപ്പോൾ ഒന്നത്തെ കയ്യിലൊക്കെ കെട്ടുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുക. എന്ന് പറയാം, വേറൊന്നുമല്ല, ഞാനൊരു തമാശ അല്ലെങ്കിൽ എൻ്റെ ഒരു മാനസികാവസ്ഥ പറഞ്ഞതാന്ന് പറയുമ്പോഴത്തേക്കും മാനസികാവസ്ഥയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ അതങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കെട്ടൊക്കെ ഒന്ന് അഴിക്കാതെ അങ്ങനെ ഇറങ്ങി പോകുന്ന പറയുമ്പോഴത്തേക്ക് ശിവൻ പറയുന്നുണ്ട്, എന്താ ഇത് കമലെ, ഒന്ന് മിണ്ടാതിരിക്കുക, അവളുടെ രീതിയിലുള്ളൊരു വിഷമം പറയുമ്പോഴത്തേക്ക് നീ അത് മനസ്സിലാക്കാതെ നീ പ്രവർത്തിക്കുന്നു. ഞാൻ പറഞ്ഞാണ് ഇപ്പോൾ തെറ്റ് എന്നുള്ള ഇത് സംസാരിക്കണം. അത് കഴിഞ്ഞാൽ വൈജ പറയണ, ചേട്ടാ അങ്ങനെ രോഹിത്തെ കാണാൻ പോയോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ ഹരിയെ കാണാൻ പോയെന്ന് പറഞ്ഞു. എന്നിട്ട് എന്തായെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇന്ന പോലെ കണ്ടു, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ് നിർത്തുവാണ്. അപ്പം പിന്നെയും അപ്പം എന്നെ സംസാരിച്ച് പെട്ടെന്ന് തന്നെ ഇറക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് വൈജു പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മോനെ ഹരിയുടെ കാര്യം ചോദിക്കുന്നത്, ഹരിയുടെ കാര്യം ചേട്ടനൊന്നും പറയാനില്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അതിന് അവൻ്റെ അപ്പനുണ്ടല്ലോ, അത് ബാലചന്ദ്രനുണ്ടെന്നോ. ബാലചന്ദ്രനൊന്നും പോകത്തുന്നില്ലെന്ന്, ബാലചന്ദ്രനെ അലീനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവിടെ കിടക്കത്തുള്ളൂ, അല്ലാതെ പോകത്തുന്നില്ല. കാരണം ശിവൻ പറയാം, നീ ആവശ്യമില്ലാത്തൊന്നും പറയാതെ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ആവശ്യം ചിന്തിച്ചു കൂട്ടുന്ന പോലൊന്നുമല്ല കാര്യങ്ങൾ. അവനെ സ്നേഹിക്കുന്നുണ്ട്. അതായത് അവർ അപ്പനും മകനും എന്നുള്ള രീതിയിലൊക്കെ ഉള്ള റിലേഷൻ, അല്ലാതെ നീ ഉദ്ദേശിക്കുന്ന പോലെ റോങ് ആയിട്ടുള്ളതൊന്നുമല്ല. എന്താണല്ലേ കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല. ശിവേട്ട എങ്ങനെയും എൻ്റെ കൊച്ചിനെ നടക്കാവുന്ന രീതിയിൽ നോക്കണം എന്ന് പറയാം. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് മോളെ, നീ വെറുതെ ഇവിടുന്ന് ടെൻഷൻ അടിക്കൊന്നും വേണ്ട, നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്, മാക്സിമം അവരോട് സംസാരിക്കാനുള്ള രീതിയിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ആണോ, അങ്ങനെയാണെങ്കിൽ ശരി, എന്തെങ്കിലും ചെയ്യും. കാരണം എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയും ഞാനും ഇറങ്ങിപ്പോയി ജയിലിൽ പോവുകയോ അല്ലെങ്കിൽ വക്കീലിനെ കാണുകയോ അല്ലെങ്കിൽ മറ്റേ രാഷ്ട്രീയക്കാരെയൊക്കെ കണ്ട് എന്തെങ്കിലും പിടിപാടോടെ നമ്മളെന്തെങ്കിലും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ശിവേട്ടെന്ന് പറയുന്നുണ്ട്. എന്താണ് നീ ഇവിടെ കിടക്കുന്നു, കുഴപ്പമൊന്നുമില്ല, നിൻ്റെ അസുഖമൊക്കെ മാറിയിട്ട് വന്നാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് ചെയ്തോളാം എന്ന് പറയും. അത് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ ശിവനിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ശിവൻ്റെ അടുത്ത് ഫോൺ കൊണ്ടുവന്നിട്ട് ഇതെന്താന്ന് പറയുക, ഇത് ഫോൺ തന്നെയാണെന്ന് പറയാം, എനിക്ക് എൻ്റെ കോൾ വന്നിട്ടുണ്ട്. കോളൊന്നും വന്നതല്ല, ശിവേട്ടൻ ബാലചന്ദ്രനെ വിളിക്കുമെന്ന് പറയും. ബാലചന്ദ്രൻ ഞാൻ തന്നെ വിളിക്കുന്നത് അല്ല, ഇപ്പോൾ ഈ ദിവസം കൊണ്ടേ, അത് കമല പറയുന്നതാണ്. അപ്പോൾ ഈ ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ അലീന അങ്ങോട്ട് പോകുന്നുണ്ട്, മറ്റേ ശരണയുടെ വീട്ടിൽ അതിജീവിത ശരണയുടെ വീട്ടിൽ പോകുന്നുണ്ട്. അവിടെ പോയി സംസാരിച്ച് ഭയങ്കര രീതിയിൽ അവരെന്തൊരു ബന്ധം ആയിട്ടുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ നോക്കുമ്പോഴത്തേക്ക് അതുവഴി അങ്ങനെയൊന്നും മുട്ടി നോക്കത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പിള്ളേരെ ഇറക്കത്തില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ ആവശ്യമില്ലാതെ പറയാതെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ബാലചന്ദ്രൻ കേൾക്കത്തൊന്നില്ലെന്ന് പറയാം. എന്നാലും സംസാരിച്ച് നോക്കുന്നതിന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ളത് പറയണം. ശരിയെന്ന് പറഞ്ഞ് വിളിക്കുക, ബാലചന്ദ്രൻ വിളിക്കണം. ബാലചന്ദ്ര എന്നാണ്ട് വിശേഷം എന്ന് പറയാം. എന്നാൽ സുഖം തന്നെ, മാത്രമല്ല ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ശിവേട്ടനെ അറിയാമല്ലോ എന്ന് പറയാം. പിന്നെ രോഹിത്തിനെ കാണാൻ പോയില്ലെന്ന് ചോദിക്കുക. അപ്പം ശിവേട്ടൻ ഹരിയെ കാണാൻ പോയല്ലേ ചോദിച്ചു. പോയി.
എടോ അവരുടെയൊക്കെ നില ഭയങ്കര അവശതയാണ്, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ രക്ഷപ്പെടുത്തില്ലെന്നുണ്ടെങ്കിൽ അവർ കിടന്ന് ചാകത്തുള്ളൂ. കാരണം എന്ന് കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളാതായിട്ടുണ്ട്, അത്ര രീതിയിൽ അവശതയാണ്, എങ്ങനെയല്ലേ അവർ പിള്ളേരെ രക്ഷപ്പെടുത്തിയേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നത്. അപ്പം എന്തെങ്കിലും മാർഗം കൊണ്ടെന്ന് പറയാം. ഞാനിപ്പം പരമാവധി ശ്രമിച്ചിട്ടുണ്ട്, ഒരു വക്കീലിനെ കണ്ടു, ഞാനിപ്പോൾ വക്കീലിനെ കണ്ടു, അത് ശിവൻ പറയാം, ഞാൻ വക്കീലിനെ കണ്ടു, വക്കീലൊരു ഗുണമില്ലാത്ത വക്കീൽ, ആളെ കൊണ്ട് വലിയ കടിവൊന്നുമില്ല, പിന്നെ വേറെ മാർഗ്ഗങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ. അപ്പം ശിവൻ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഞാനും രാഷ്ട്രീയക്കാരെയൊക്കെ കണ്ട്, പക്ഷെ അവരെ കൊണ്ടും രക്ഷയൊന്നുമില്ലെന്ന് പറയാം. അത് അപ്പം ശിവൻ പറയാണ് അത് ഇടതും വലതും പിന്നെ കക്ഷിരഹിതരായിട്ട് നിൽക്കുന്നവർ ഒരാൾ, പിന്നെ നാട്ടുകാർ, വീട്ടുകാർ, പിന്നെ കുടുംബവും എല്ലാവരും പിള്ളേർക്കെതിരെയാണ് നിൽക്കുന്നത്. എന്നാ ചെയ്യാനാ, അവർ ഒരിക്കൽ പോലും നന്നായി വരുമെന്ന് തോന്നുന്നില്ല, ഇവനൊന്നും മാറുമെന്ന് തോന്നുന്നില്ല, ഇവർക്കൊക്കെ ആ ഒരു നിലപാട് നിൽക്കുന്നത്. പക്ഷേ ഇനിയിപ്പം വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. അവൻ പറയാണ് വേറെ ഒരു മാർഗമുണ്ട്, പക്ഷെ അത് ഇത്തിരി അത് എത്രമാത്രം നടപടിയാണെന്ന് അറിയത്തില്ല. എന്താ പറയാം, ശിവയുടെ കാര്യം പറയാൻ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരാൾക്ക് 25 ലക്ഷം രൂപ വെച്ച്, അത് 4 പേരുണ്ട്, 4 പേര് ചേർന്നാണല്ലോ ഈ സംഭവം ചെയ്യുന്ന പറഞ്ഞാൽ, ഇപ്പം 4 പേരും ചേർന്ന് 25 ലക്ഷം വെച്ച് 1 കോടി രൂപ നമുക്ക് കൊടുക്കാം. അതൊക്കെ നടപടിയുള്ള കേസാണ്, പണ്ടത്തെ പോലെ ഒന്നല്ല. അപ്പം ബാലേന്ദ്രൻ പറയാം പണ്ടത്തെ പോലെ ഒന്നല്ല, ഇതിപ്പം നമ്മൾ കാശ് കൊടുത്താലും ഒതുക്കി തീർക്കുന്ന കേസല്ല. ഇപ്പം വീട്ടുകാർക്ക് കാശ് കൊടുത്തെന്ന് പറഞ്ഞാൽ നാട്ടുകാരിറങ്ങും ഈ കേസ് അന്വേഷിക്കാൻ പറയും. അതിന് മെയിനായിട്ട് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് സാമ്പിൾ, പിന്നെ സാഹചര്യ തെളിവുകൾ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ജനം തന്നെ രോഷാകുലരാകും. അത് നോക്കിയും കണ്ടും ചേട്ടൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യ് എന്ന് പറയുവാണ്. ഇതെല്ലാം ഇപ്പോൾ 25 ലക്ഷം വെച്ച് 4 പേർക്ക് 1 കോടി രൂപ ആകുമ്പോഴത്തേക്ക് അത് ഒരിക്കൽ പോലും അവർക്ക് ജീവിതത്തിൽ കിട്ടാൻ പറ്റാത്ത ഒരു കാശ്. അവർക്ക് ഇനി എത്ര തലമുറ എടുത്തു പറഞ്ഞാൽ ആ കാശ്, അത്രയും കാശ് അവർക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഒരു കാര്യം എടുത്തു പറയുക, അതിന് എങ്ങനെയും സംസാരിച്ച് അവരുടെ അടുത്ത് നിന്ന് ഈ കാശ് കൊടുക്കാന്നുള്ള രീതി പറയാം, അവർ സമ്മതിക്കുവാണെങ്കിൽ പിള്ളേരെ ഊരിക്കൊണ്ട് വരാമെന്ന് പറയുന്നത്. അതിപ്പോൾ എനിക്കറിയത്തില്ല, വേറെ എന്തെങ്കിലും ശിവേട്ടൻ വല്ലതും ചെയ്യാൻ പറ്റും നോക്ക് എന്ന് പറയണം. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഞാൻ വിളിച്ച കാര്യം പറയാമെന്ന് പറഞ്ഞു. എന്താ വിളിച്ച കാര്യം പറയാമെന്ന് പറഞ്ഞു. വിളിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അലീന അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ, അലീന ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവിടെ പോയി സംസാരിക്കുക, ഇടപെടുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലേ. അപ്പോൾ ആ വഴിയൊന്നും മുട്ടിക്കൂടെന്ന് ചോദിക്കുക. അപ്പം ശിവേട്ടൻ എന്നാ ഉദ്ദേശിക്കുന്നത് പറഞ്ഞിരിക്കുക, അല്ല ഇപ്പോൾ അവിടെ പോവല്ലേ, ഇപ്പം നമുക്ക് 25 ലക്ഷം രൂപ വെച്ചുള്ള എമൗണ്ട് നമുക്ക് അലീന മുഖേന അവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിള്ളേരെ ഊരിക്കൊണ്ട് വരുത്തില്ലെന്ന് ചോദിക്കണേ. ബാലേട്ട ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല. കാരണം മാത്രമല്ല, ഈ നമ്മുടെ അലീന എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു വ്യക്തിയല്ലെന്ന് ചേട്ടൻ നന്നായിട്ടാണ്. അവളൊരു ചാരിറ്റി പ്രവർത്തനവും കാര്യങ്ങൾ, ആ കൊച്ചു ബാധിക്കപ്പെട്ടതുകൊണ്ട് 4 പേര് നമ്മുടെയൊക്കെ പിള്ളേർ ഓരോ തോന്നിയാസം കാണിച്ചു വിട്ടിട്ട് അതിന് വക്കാലത്തായിട്ട് പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ നടക്കുന്നത്. കാരണം നമ്മൾ നാണം കെട്ട പരിപാടി അത് ചെയ്യുന്നത്, അതിനൊന്നും എന്നെ കിട്ടത്തില്ല. മാത്രം എനിക്ക് എൻ്റെ ഒരു വ്യക്തിത്വം ഉണ്ട്. നമ്മൾ എത്ര പ്രാവശ്യം പറയുന്നത്, എത്ര പ്രാവശ്യം ഇപ്പോൾ ഓരോ കാലത്ത് ഇപ്പോൾ രാഷ്ട്രീയക്കാരുടെയും മറ്റുള്ള വക്കീലന്മാരുടെയും പോലീസുകാരുടെ എല്ലാം കാലം വീണില്ലേ, ഇവിടെ ഒന്നും രക്ഷ വേണ്ടാൻ പറ്റിയില്ല, എല്ലാം എതിർപ്പോടെ നിൽക്കുന്നത്. ഇനിയിപ്പോൾ അലീനയുടെ മുഖേനാണ്. അലീന എന്ന് പറഞ്ഞാൽ അലീനയുടെ ഒരു വ്യക്തിപരമായിട്ട് നിൽക്കുന്നുണ്ട്. അവൾ പലരെ സഹായിക്കുന്നുണ്ട്, ഇപ്പോൾ അവളെ കിട്ടുന്ന ശമ്പളത്തിൽ പോലും പലർക്കും വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുക, മറ്റുള്ളൊരു വ്യക്തികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൾക്ക് അവളുടെ നാട്ടിലുള്ള സ്റ്റാൻഡിൽ നിന്ന് അവൾ മാറത്തില്ല. ചേട്ടൻ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ട് ഞാൻ പോകത്തില്ല, ഞാൻ സംസാരിക്കത്തില്ല എന്ന് പറയുന്നത്. അതങ്ങനെയല്ല, ഇപ്പോൾ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അതിപ്പോൾ അവൾ പോകുന്ന അവളുടെ കാരുണ്യ പ്രവർത്തനമായിട്ടുള്ള കാര്യങ്ങൾ പോകുന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഈ ഒരു സംഭവം നടക്കുന്നത്. അല്ലാതെ അവൾക്ക് രോഗത്തിനോ രാഹുലിനെയോ ഹരിയോ ഒന്നും രക്ഷപ്പെടുത്തിക്കൊണ്ട് വരാനുള്ള ഉദ്ദേശമൊന്നുമില്ല. അപ്പം ഞാനതിൻ്റെ പേരിൽ അരീനയുടെ പോലെ കാല് പിടിക്കത്തുമില്ല എന്ന് പറയാം. ഉടനെ അങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ശിവന് വല്ലാണ്ട് ആവുന്നുണ്ട്. എന്തെങ്കിലും നീ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് മാറുവാണ്. അത് കഴിഞ്ഞുകൊണ്ട് പിന്നെ അടുത്ത സീൻ കാണിക്കുന്നത് കാറിൽ വന്ന് ഇറങ്ങുവാണ്. അത് നമ്മുടെ ഈ വീട്ടിൽ വന്ന് ഇറങ്ങുവാണ്. ശിവൻ്റെ ഒക്കെ വീട്ടിൽ വന്ന് ബാലചന്ദ്രൻ ഇറങ്ങുവാണ്. ബാലചന്ദ്രൻ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും മനു മേലെ ഇരിക്കുകയാണ്. മനു എന്നാ വിശേഷം എന്നൊക്കെ വെച്ചാൽ നല്ല വിശേഷം, നീ ഇവിടെ ഉണ്ടല്ലേ, ഇവിടെ ഇടയ്ക്ക് വരാറുണ്ട് എന്നൊക്കെ പറയാം. അതായത് സ്വന്തം വീട്ടിലാണ്, അപ്പം ജോലി സ്ഥലത്തൊക്കെ ആണല്ലോ, അപ്പോൾ അത് ഇടയ്ക്ക് വരാറുണ്ടെന്നൊക്കെ അങ്ങനെ മനു പറയണം. മനു അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ശരി എന്താണ് വാ അങ്കളെ എന്ന് പറഞ്ഞ് അകത്ത് വിളിച്ച് കഴിയുമ്പോഴത്തേക്ക് എന്നാണ്ട് വിശേഷം എന്നൊക്കെ എല്ലാവരോടും ചോദിക്കും. അപ്പം അവിടെ ഒരു ഈർഷ്യ മനോഭാവത്തെ, അതായത് വലിയ ബുദ്ധിമുട്ടോടെ നിൽക്കുവാണ് നമ്മുടെ കമല. കാരണം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കമലയെക്കുറിച്ച് കുത്തുന്നുണ്ടായിരുന്നു ബാലചന്ദ്രൻ ശിവനോട് സംസാരിക്കുമ്പോഴത്തേക്ക്. കമലയിടത്തിയുടേതായിട്ടുള്ള വാക്കുകൾ കേട്ട് പൊട്ടബുദ്ധി കേട്ടുകൊണ്ട് സംസാരിക്കരുത്, അങ്ങനെയുള്ള രീതിയിലൊന്നും എന്നെക്കൊണ്ട് അത് കേട്ടിട്ട് ഇറങ്ങിത്തിരിക്കാൻ എന്നെ കിട്ടത്തില്ല എന്നുള്ള രീതി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ പറയുന്നുണ്ട് ഞാനതൊക്കെ അമ്മേനെ ഒന്ന് കാണട്ടെ എന്ന് പറയാം. അമ്മേനെ കാണട്ടെ എന്ന് പറഞ്ഞ് അമ്മയുടെ അടുത്ത് പോവാണ്. അത് ബാലചന്ദ്രൻ അമ്മയുടെ അടുത്ത് പോകാൻ അമ്മ ചോദിക്കുന്നുണ്ട് എന്നാണ്ട് അമ്മ വിശേഷം എന്ന് പറയാം. എന്നാ പറയാനാ ഈ വിശേഷം ഇങ്ങനെയൊക്കെ പോകുന്നില്ലെന്ന് ചോദിക്കുക. അമ്മ പറയാം അമ്മ
സുഖമായിട്ടിരിക്കുമെന്നല്ലേ തോന്നുന്നത്. അപ്പം അമ്മയ്ക്ക് നല്ലൊരു സുഖം ഉണ്ടായിരുന്നല്ലോ നമ്മുടെ നെടുമ്പർക്കൽ വീട്ടിൽ വെച്ച്. അവിടെ ആകുമ്പോഴത്തേക്കും നമ്മുടെ അലീനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് അത്രയും സുഖം അമ്മയ്ക്ക് പറ്റത്തില്ലായിരുന്നല്ലേ. ഇപ്പം ഇവിടെ വന്ന് മകൾ ഇവിടെ കൊണ്ടാക്കിയപ്പോഴത്തേക്കും മരുമകൾ നല്ല കിട്ടുന്നുണ്ടല്ലോ അല്ലേ. അപ്പം ആ ഒരു സുഖം തന്നെ അമ്മയ്ക്ക് എപ്പോഴും വിധിച്ചിട്ടുള്ളതെന്ന് പറയാം. അപ്പം ശവത്തി കുത്തുവാണോ ബാലചന്ദ്രൻ എന്ന് ചോദിക്കുമ്പോൾ ശവത്തി കുത്തുന്നല്ല. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളതൊക്കെ ഒന്നും പഠിക്കത്തില്ല. നിങ്ങൾ ഓരോ സമയങ്ങളും നല്ലവരെ തിരിച്ചറിയത്തില്ല. നല്ലവരെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള മനോഭാവത്തിൽ മാത്രം ജീവിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് എടുത്തു പറയുക, യാതൊരു കാരണവശാലും നിങ്ങളെയൊക്കെ നന്നാക്കാൻ പറ്റത്തില്ല. നിങ്ങളൊക്കെ എപ്പോഴും നിങ്ങളൊരു മനോഭാവത്തിൽ ജീവിക്കുന്നുണ്ടായെന്ന് പറയുന്നത്. അപ്പം വിശേഷങ്ങളൊക്കെ അറിഞ്ഞില്ലെന്ന് ചോദിക്കാം. എന്നാ പറയാനാ, ഇതെല്ലാം അനുഭവിക്കേണ്ട ഒരു സ്റ്റേജ് എനിക്ക് വരിക. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ മക്കളുടെ കാര്യം മാത്രം നോക്കാതെ ഇതിപ്പോൾ കൊച്ചുമക്കളും ഈ കൊച്ചുമക്കളുടെ കാര്യം നോക്കണം. കൊച്ചുമക്കൾ ഇങ്ങനെ തെറ്റ് ചെയ്ത് അവരിപ്പോൾ ജയിലിലാക്കുന്നത് എല്ലാം അനുഭവിക്കേണ്ട ഒരു സ്റ്റേജ് എനിക്ക് വരുവാണെന്നുള്ളത്. അനുഭവിക്കാതെ എങ്ങനെ പോകാനാ. നിങ്ങളിപ്പോൾ അനുഭവിച്ചേ പറ്റൂ. കാരണം ഇത് ഓരോ ദിവസം കൂടുമ്പോൾ ചെയ്തതായിട്ടുള്ള തെറ്റുകുറ്റങ്ങളെല്ലാം നിങ്ങൾ വന്ന് വീഴുവല്ലേ. കാരണം കഴിഞ്ഞാൽ മാത്രമല്ല, ഇതൊന്നും അല്ല തെറ്റ്, ഇതിനെക്കാട്ട് വലിയ തെറ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ട്, അറിയാമെന്ന് ചോദിക്കും. അപ്പം എന്നാ ബാലചന്ദ്രൻ ഉദ്ദേശിക്കുന്നത് പറയാം. അല്ല, ഒരു കുടുംബം മുഴുവൻ, അത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പെണ്ണിനെ മാത്രം ഞാൻ മോഹിച്ച് കെട്ടിയതുള്ളൂ. പക്ഷേ ആ സമയത്ത് പോലും നിങ്ങൾ ചെയ്തതായിട്ട് തെറ്റ് നിങ്ങൾ സമ്മതിക്കാതെ മറച്ചു വെച്ച് എനിക്കെതിരെ നിങ്ങൾ പ്രവർത്തിച്ചതായിട്ടുള്ളൊരു സംവിധാനം നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിച്ചു. അതുകൊണ്ടാണ് എന്താ നീ ഉദ്ദേശിക്കുന്നത് പറയാം. അല്ല, 23 വർഷത്തിന് മുമ്പേ എനിക്കൊരു കല്യാണം വേണമെന്ന് പറഞ്ഞ് നിങ്ങളുടെ വന്ന് നിന്നു, നിങ്ങളുടെ മോളെ കെട്ടിച്ചു തന്നു. പക്ഷെ അവൾ പിഴച്ചു പറ്റതായിട്ടുള്ള ഒരു സംഭവം നിങ്ങൾ എന്നിൽ നിന്ന് മറച്ചു വെച്ച്. എന്തുകൊണ്ടത് മറച്ചു വെച്ച്? അത് നിങ്ങൾ മറച്ചു വെക്കാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരുടെ തലയിൽ കെട്ടിയേൽപ്പിക്കുക, അവർക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ലെന്നുള്ള രീതിയിൽ നിങ്ങളൊരു കുടുംബം മുഴുവൻ, ഒരാൾ മാത്രമല്ല, വൈജ മാത്രമല്ല, ആ വൈജ കൂടാതെ എല്ലാവരും കൂടെ ചേർന്ന് ചെയ്തതായിട്ടുള്ളൊരു തെറ്റാണ് അത്. അപ്പം ഇങ്ങനൊരു ചെറുപ്പക്കാരൻ ലൈഫ് പൊക്കോട്ടെ, നിങ്ങളുടെ മകളുടെ ലൈഫ് സേഫ് ആയിരുന്നോട്ടെ എന്നുള്ള രീതിയിലല്ല നിങ്ങൾ പറഞ്ഞ്. മാത്രമല്ല, ഈ പിഴച്ചു പറ്റതായിട്ടുള്ള നിങ്ങളുടെ മകൾക്ക് ഇത്തിരിതായിട്ടുള്ള ഒരു അഹങ്കാരം കുറയ്ക്കാനുള്ള ഒരു പാഠങ്ങളൊന്നും നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടില്ലല്ലോ എന്നാണ്. അതായത് അവൾ അത്രയും വലിയ തെറ്റ് ചെയ്തു. ഒരു പെങ്കൊച്ചിനെ പിഴച്ച് പെറ്റ ആ പെണ്ണിന് ഇനി അഹങ്കാരം കുറച്ച്, അഹങ്കാരമില്ലാതെ തൻ്റെ അല്ലാതെ പ്യൂറായിട്ട് വരുന്ന ഒരു ചെറുക്കനെ നല്ല രീതിയിൽ നോക്കണം. നിനക്ക് ഇന്ന പോലെ തെറ്റ് പറ്റിയിട്ടുണ്ട്, പക്ഷെ അവൻ അധികമായി സ്നേഹിക്കുന്നുണ്ട്. അധികമായി സ്നേഹിക്കുന്ന ആ ചെറുക്കനെ നല്ല രീതിയിൽ നോക്കണം, അഹങ്കാരമില്ലാതെ ധാഷ്ട്യമില്ലാതെ. കാരണം നിൻ്റെതായിട്ടുള്ള ഇഷ്ടങ്ങൾ മാറ്റി വെച്ചിട്ട് അവനെയും സ്നേഹിക്കണമെന്ന് നീ പറഞ്ഞില്ല. പക്ഷെ ആ പിഴച്ചു പെറ്റ അവള് കല്യാണം കഴിഞ്ഞ് എൻ്റെ കൂടെ കല്യാണം കഴിഞ്ഞിട്ട് അതിൻ്റെ ഇരട്ടിയായിട്ടുള്ളൊരു തോന്നിയാസ രീതിയിൽ അവൾ ജീവിച്ച്. നിങ്ങളിതൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലേ? അത്ര രീതിയിൽ തരം താഴ്ന്ന രീതിയിലാണ് എന്നെ അവൾ ട്രീറ്റ് ചെയ്ത്. ഇത്രയും വർഷം അവളത് മറച്ചു വെച്ച്, പിഴച്ചു വെറ്റുന്നുള്ളൊരു സംഭവം മറച്ചു വെക്കുകയും ചെയ്തു. അതുപോലെ ഇത്രയും വർഷം എൻ്റെ കൂടെ ജീവിച്ചിട്ട് എന്നെ അടിച്ച് താഴ്ത്തുന്ന രീതിയിലുള്ള ഒരു മനോഭാവവും ചിന്താഗതിയൊക്കെ തന്നെയായിരുന്നു അവളുടെ രീതിയിലുള്ളത്. ഇതൊക്കെ നിങ്ങൾക്ക് ഈ പാവമൊക്കെ കിടക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് പോകാനാണ്, ഇത് നിങ്ങൾ അനുഭവിച്ചിട്ടേ പോകത്തുള്ളൂ എന്ന് നമ്മുടെ കുത്തി സംസാരിക്കുകയാണ് നമ്മുടെ ബാലചന്ദ്രൻ. അപ്പം ഇന്നത്തെ വിശേഷം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നു. കൂടുതലായിട്ട് അടുത്ത ദിവസങ്ങളിൽ നല്ല നല്ല വിശേഷങ്ങൾ നിങ്ങളുടെ മുമ്പ് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.